ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 1/7/1995 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ആയില്യമാണ് നക്ഷത്രം. ആയില്യം 2-ാം പാദം. സ്ത്രീ ജാതകമാണിത്. തുലാലഗ്നം. ലഗ്നത്തിൽ രാഹു. 2-ൽ ഗുരു. 3, 4, 5 ഭാവങ്ങൾ ശൂന്യം. 6-ൽ ശനി. 7-ൽ കേതു. 8-ൽ ബുധൻ. 9-ൽ സൂര്യൻ, ശുക്രൻ, ഗുളികൻ. 10-ൽ ചന്ദ്രൻ. 11-ൽ കുജൻ. 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം ആൾറെഡി ഒരു ഡിവോഴ്സ് ആയതാണ്. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും ആ ഡിവോഴ്സ് ചെയ്ത ആളെ തന്നെ വീണ്ടും പുനർവിവാഹം ചെയ്യണമെന്ന ആഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്. രണ്ടുപേരും തമ്മിൽ കോൺടാക്ട്സ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ വലിയ തെറ്റുകളില്ലാതെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം അദ്ദേഹത്തെ തന്നെ വീണ്ടും കല്യാണം കഴിക്കാൻ സാധിക്കുമോ, അങ്ങനെ കല്യാണം കഴിച്ചാൽ തന്നെ സുഗമമായൊരു ജീവിതം അവർക്കുണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു ഇദ്ദേഹം വിളിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നതും. വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇദ്ദേഹം ശുക്രലഗ്നമാണ്. ലഗ്നത്തിൽ രാഹു. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം വിവാഹകാരകൻ കൂടിയായ ശുക്രൻ ശത്രുവായ സൂര്യനോടൊപ്പം ഗുളികനോടൊപ്പം ഭാഗ്യസ്ഥാനമായ 9-ൽ നിൽക്കുന്നു. നല്ലതല്ല. അതുപോലെ തന്നെ ഇദ്ദേഹം വിവാഹം നടത്തിയ കാലാവധിയും ഒട്ടും നല്ലതായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ജോലി, അതായത് ലഗ്നാൽ 10 ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപ്രകാരം ഇദ്ദേഹം അധ്യാപനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ പ്രൈവറ്റ് ട്യൂഷൻ സെൻറ്റർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു സ്ഥിരമായി ചെയ്യാനുള്ള ഒരു അവസരം ഇദ്ദേഹത്തിന് പല സാഹചര്യങ്ങൾ കൊണ്ടും കിട്ടാറില്ല, അല്ലെങ്കിൽ ലഭിക്കാറില്ല. എന്തെങ്കിലും ഒരു തടസ്സം വരും, വ്യക്തിപരമായിട്ടോ അല്ലെങ്കിലും ഒക്കെ തടസ്സങ്ങൾ വരും, അത് നിൽക്കും. അങ്ങനെ പിന്നീട് കുറേ കാലം അനിശ്ചിതത്വങ്ങളുണ്ടാകും. അത്തരം ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ധനസ്ഥാനത്ത് വ്യാഴമുണ്ട് 2-ൽ. നല്ലതാണ്. അതായത് ധനം ലഭിക്കാനുള്ള ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു ജാതകം തന്നെയാണ്. പക്ഷേ അതിന് ചില തടസ്സങ്ങളുണ്ട്. ജോലി സംബന്ധമായി ധനം ലഭിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ തൊഴിൽ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ തൊഴിൽ കാരകനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് മേൽപ്പറഞ്ഞ രാഹുവിൻ്റെയോ അല്ലെങ്കിൽ മോശം ഗ്രഹങ്ങളായിട്ടുള്ള കേതു, രാഹു അല്ലെങ്കിൽ ഈ പറയുന്ന ഗുളികൻ്റെ ദൃഷ്ടി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കണം. ഉണ്ടായാൽ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഗുളികനാണ് ദൃഷ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തടസ്സം നിശ്ചയമാണ്. ഈ പറയുന്ന ധനം വരിക എന്ന് പറയുന്ന, ജോലിയിലൂടെ ധനം വരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് കൃത്യമായും തടസ്സം അല്ലെങ്കിൽ കാലതാമസം സംഭവിക്കാം. ഇവിടെ തടസ്സം തന്നെയാണ്. രാഹു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാലതാമസം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇവിടെ ജോലിയെ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന 2-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് 11-ലാണ്. സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ്. എന്നിരുന്നാലും വലിയ തെറ്റുകളില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ പറയുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അതായത് 1, 2, 3, 4, 5, 6 ശനി നിൽക്കുന്നിടത്തേക്ക് രാഹുവിന് ദൃഷ്ടിയുണ്ട്. 7-ലേക്ക് ദൃഷ്ടിയുണ്ട്. 9-ലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് അവിടെ വിവാഹകാരകൻ നിൽക്കുന്നു, ഗുളികൻ നിൽക്കുന്നു. അവിടേക്ക് രാഹുവിൻ്റെയും ദൃഷ്ടി വരുന്നു. വിവാഹ സംബന്ധമായി അസ്വസ്ഥതകൾ, തർക്കങ്ങൾ, വഴക്കുകൾ അല്ലെങ്കിൽ വേർപിരിയലുകൾ ഫലം തന്നെയാണ്. അതിവിടെ സംഭവിച്ചിട്ടുമുണ്ട് പല കാരണങ്ങൾ കൊണ്ടും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മേൽപ്പറഞ്ഞ ഈ പറയുന്ന രാഹുവിൻ്റെ ദൃഷ്ടി 12-ലേക്ക് വരുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ധനം വ്യയം എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്കും സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മളിപ്പോൾ ചില ആളുകളെയൊക്കെ കണ്ടിട്ടില്ലേ, സേവിങ്സ് ആയിട്ട് ഒരു 10,000 രൂപ മാറ്റി വയ്ക്കും ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. എന്നാൽ ആ ലക്ഷ്യം മാത്രം സാധിക്കാതിരിക്കുകയും ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയും ആ കാശ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ചിലവായി പോവുകയും ചെയ്യുന്ന അവസ്ഥകൾ ഒരുപാട് പേർക്ക് കാണാറുണ്ട്. അത് 12 എന്ന് പറയുന്ന ഭാവവുമായി ബന്ധപ്പെട്ടിട്ട് വേണം അത്തരം കാര്യങ്ങളെ ചിന്തിക്കാനായിട്ട്. 12-ാം അതായത് 12-ാം ഭാവത്തിലേക്ക് ഈ പറയുന്ന രാഹുവിൻ്റെയോ അല്ലെങ്കിൽ ഗുളികൻ്റെയോ ഒക്കെ ദൃഷ്ടി പോലെയുള്ള അല്ലെങ്കിൽ നീചസ്ഥനായിട്ടൊക്കെ ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ അവിടേക്ക് എന്തിൻ്റെയൊക്കെ ഈ പറയുന്ന മോശം ഗ്രഹങ്ങളുടെ ദൃഷ്ടിയെ കൊണ്ടുവന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളെ നമ്മൾ വളരെ കരുതലോടെ തന്നെ ഇരിക്കണം. ധനം ഒരു കാര്യവുമില്ലാതെ ചിലവായി പോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം ആളുകളുടെയൊക്കെ ഗ്രഹനില പരിശോധിക്കാൻ സാധിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ പറയുന്ന 12-ലേക്ക് മേൽപ്പറഞ്ഞ മോശം ഗ്രഹങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ദൃഷ്ടി പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ച ചോദ്യം, ഇനി ഒരു വിവാഹം
ആ വിവാഹം തന്നെ, അതായത് ആദ്യം കല്യാണം കഴിച്ച് ഡിവോഴ്സായ ആളെ തന്നെ കല്യാണം കഴിച്ചാൽ എന്തായിരിക്കും ഫലം, അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകുമോ എന്നാണ്. ഇതിൽ ചെറിയ രീതിയിൽ അസ്വസ്ഥതകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായാൽ തന്നെയും അദ്ദേഹം ഇപ്പോൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കാലം എന്ന് പറയുന്നത് പൊതുവെ അനുകൂലമാണ്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ, അതായത് മുൻ ഹസ്ബൻഡിൻ്റെ ഗ്രഹനിലയം പരിശോധിച്ച സമയത്ത് അദ്ദേഹത്തിനും ഇതേപോലെ സമാനമായിട്ടുള്ള ഒരു മോശാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജാതകം കൂടിയായിരുന്നു അതും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും അവർ പൊതുവെ മ്യൂച്വലി ഇപ്പോൾ നല്ല സംസാരം, അതായത് പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവർ വാക്കുകൾ കൊണ്ട് കറക്റ്റായി തന്നെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇത് തന്നെ അവർ ഒന്നിക്കുന്ന സമയത്തും ചെയ്താൽ ഈ പ്രശ്നങ്ങൾ തീർന്നു. ആ സമയത്ത് അവിടെ ഈഗോയിസ്റ്റിക്കായിട്ട് കാര്യങ്ങളെ കാണുകയും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ, വഴക്കുകൾ പോലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോഴാണ് മേൽപ്പറഞ്ഞ ഈ ഗ്രഹങ്ങളുടെ സാന്നിധ്യം നമുക്ക് മോശകരമായി ബാധിക്കുന്നത്. എൻ്റെ ജാതകത്തിൽ ഇങ്ങനെ ഒരു മോശാവസ്ഥയുണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനോ ചെയ്യാനോ പറയാനോ പാടില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് കൃത്യമായി തന്നെ ഒരു പിഴവും വരുത്താതെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ചില പരിഹാരങ്ങളുണ്ട്, അതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത്, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദശകളിലേക്ക് വരുന്ന സമയത്ത് ബുധദശയിലായിരുന്നു ജനനം. അതായത് 1/7/1995 തൊട്ട് 4/10/2005 വരെ ഇദ്ദേഹത്തിന് ബുധദശയായിരുന്നു. അതിനുശേഷം കേതുദശ 7 കൊല്ലം 2012 വരെ. അതിനുശേഷം ശുക്രൻ 2032 വരെ. അതിനുശേഷം സൂര്യൻ 2038 വരെ 6 കൊല്ലം. അതിനുശേഷം ചന്ദ്രൻ 10 കൊല്ലം. അതിനുശേഷം കുജൻ 7 കൊല്ലം 2055 വരെ. ശേഷം രാഹു എന്നൊക്കെ പറയുമ്പോൾ അല്പം ഏജ്ഡായിട്ടുള്ള ശേഷമായിരിക്കും രാഹുവൊക്കെ ഇദ്ദേഹത്തിന് വരിക. ലഗ്നത്തിലെ രാഹുവാണ്. അതിനെ വളരെ കരുതലോടെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. ആ വ്യക്തി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസമാധാനം, സ്വസ്ഥത എന്ന് പറയുന്ന അവസ്ഥയ്ക്കൊക്കെ കോട്ടം തട്ടാനുള്ള സാധ്യതകൾ ഈ പറയുന്ന ലഗ്നത്തിലേക്ക് രാഹുവിനെ കൊണ്ട് പ്രത്യേകം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ചില ജാതകങ്ങളിലൊക്കെ രാഹു ഇടവത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഉച്ചം ചെയ്താണ് നിൽക്കുന്നത് എന്ന് പറയും. പക്ഷേ അത്തരക്കാർക്ക് പോലും വളരെ മോശമായ നീചമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ലഗ്നത്തിലെ രാഹുവൊക്കെ അല്പം മോശമായി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ടുന്ന മുൻകരുതലോടുകൂടി പോയി എങ്കിൽ മാത്രമേ അത്തരം കാലഘട്ടത്തെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ, ഗുണപരമായിട്ടുള്ള രീതിയിൽ അതിജീവിച്ചെടുക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ഏതൊരു ജാതകത്തിലും ഈ പറയുന്ന ശുക്രനായതുകൊണ്ട്, ശുക്രൻ നിൽക്കുന്നത് സൂര്യനോടൊപ്പമാണ്. അത്തരക്കാർക്ക് പൊതുവേ, ഇപ്പോൾ അവിടെ ഗുളികനില്ലായിരുന്നുവെങ്കിൽ പൊതുവേ ഇത്തരക്കാർക്ക് വിവാഹം എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്പം താമസം, അല്ലെങ്കിൽ ഒരു കാലതാമസം, സാധാരണ സമാന പ്രായത്തിലുള്ള ആളുകളുടെ വിവാഹം കഴിയുന്നതിനേക്കാൾ അല്പം കൂടെ സമയമെടുത്തൊരു വിവാഹം, ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇവിടെ ഗുളികൻ വരുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന മൊത്തം അവസ്ഥയെയും അത് മാറ്റുകയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 1, 2, 3, 4, 5, 6, 7 ഏഴാം ഭാവം, വിവാഹസ്ഥാനം, അവിടേക്ക് നിൽക്കുന്നത് കേതുവാണ്. അതും നല്ലതല്ല. ഈ പറയുന്ന വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകൾ, തർക്കങ്ങൾ, വഴക്കുകൾ, ഇതൊന്നും ഇനി ഇല്ലായിരുന്നു എന്ന് വയ്ക്കുക. അതായത് ഈ പറയുന്ന ഡിവോഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന തർക്കങ്ങൾ, വഴക്കുകളൊന്നും ഇല്ലായിരുന്നു എന്ന് വയ്ക്കുക. 7 പൊതുവേ കേതു അല്ലെങ്കിൽ രാഹു പോലെയൊക്കെ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ജാതി സംബന്ധമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകളുള്ള കല്യാണമായിരിക്കാം വരാൻ സാധ്യത കൂടുതൽ. അതല്ല എങ്കിൽ ജോലി സംബന്ധമായി കല്യാണശേഷം 2 പേരും 2 ദിക്കുകളിൽ അല്ലെങ്കിൽ 2 സ്ഥലങ്ങളിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവാണ്. അവിടെ തർക്കങ്ങളില്ല, വഴക്കുകളില്ല, അസ്വസ്ഥതകളില്ല, വേർപിരിയലുകൾ ഒന്നുമില്ല. 2 പേരും ജോലി സംബന്ധമായി 2 ദിക്കുകളിൽ നിൽക്കുന്നു. ഒരു മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ, പ്രത്യേകിച്ചും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ ജാതകമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒന്നും പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ തന്നെയും ഒരുപാട് പേരുടെ ജാതകത്തിൽ ഇത്തരം അവസ്ഥകൾ കാണുന്നുണ്ട്. ലഗ്നാലയേഴിൽ കേതു അല്ലെങ്കിൽ ലഗ്നാലയേഴിൽ രാഹുവൊക്കെ വന്നു നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന 2 പേരും 2 ദിക്കുകളിൽ എങ്കിലും നിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ കൃത്യമായി തന്നെ ഈ പറയുന്ന ഗ്രഹങ്ങൾ നടത്തിയെടുക്കുന്നുണ്ട്. ഈ ജാതകത്തിൽ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടക്കുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. അത് കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ലൈഫിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നതിൽ തർക്കമില്ല. പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് ഇത്തരം ജാതകം ആയതുകൊണ്ട് തന്നെ ഒരു 70-75, ഒരു 75% വരെയൊക്കെ നമുക്ക് പോസിറ്റീവായി തന്നെ കാണാൻ സാധിക്കും. 100ൽ 100 എന്നൊന്നും പറയാൻ നമുക്ക് സാധിക്കില്ല. അത് 100ആക്കി എടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഈ പറയുന്ന വ്യക്തികൾ തന്നെയാണ് ചെയ്യേണ്ടുന്നത്. അതിന് ജീവിതത്തെ പക്വതയോടെ കാണുകയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ഈ പറയുന്ന
ഗ്രഹങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ് ഇത്തരം ജാതകമുള്ള ഏതൊരാളുടെ മുന്നിലും ഉള്ളത്. അതാര് തന്നെ ആയാലും. അവിടെ പാണ്ഡിത്യമോ അല്ലെങ്കിൽ പാമരത്വം അങ്ങനെയൊന്നുമല്ല. വ്യക്തികൾ, രണ്ട് വ്യക്തികളുടെ ഒന്നുചേരലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോവുക, പോസിറ്റീവായ ജീവിതത്തെ കാണുക, ഇത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശുക്രദശയിൽ ഗുരുവിൻ്റെ അപഹാരമാണ്. 4/12/2022 തൊട്ട് 4/8/2025 വരെയുള്ള കാലഘട്ടം. ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.